ഇന്ന് നമുക്ക് ഒരു മങ്കിയുടെ സ്റ്റോറി കേൾക്കാം. ഓക്കെ, ദ മങ്കീസ് ഗ്രീഡ്. അപ്പോൾ ഈ കഥകൾ ഞാൻ ഇംഗ്ലീഷിലുള്ള കഥകളാണ്, മലയാളത്തിലും കൂടി പറയാം. അപ്പോൾ നമുക്ക് മക്കൾക്ക് നല്ല ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അല്ലാതെ മനസ്സിലാക്കുന്നവരുണ്ടാവും, അവർക്ക് സ്റ്റോറി കേൾക്കുകയും ആവാം. The king of Varanasi had declared war with the king of the neighboring kingdom. The army was being prepared under the leadership of Bodhisattva. A monkey was sitting on a nearby tree. He was watching and enjoying all the noise and confusion. അപ്പം എന്താണ്, കിങ് ഓഫ് വാരാണസി ഒരു വാർ ഡിക്ലെയർ ചെയ്തു, ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ആരുമായിട്ട്? വിത്ത് ദ കിങ് ഓഫ് നൈബറിങ് കിങ്ഡം, അടുത്തുള്ള രാജ്യത്തെ രാജാവുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചു. The army was being prepared under the leadership of Bodhisattva. ബോധിസത്വൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആർമീനെ പ്രിപ്പയർ ചെയ്തത്. എ മങ്കി വാസ് സിറ്റിംഗ് ഓൺ എ നിയർ ബൈ ട്രീ. അടുത്തുള്ള മരത്തിൽ ഒരു മങ്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ. ആ മങ്കി എല്ലാം നോക്കിയും കണ്ടും രസിച്ചിരിക്കുകയായിരുന്നു. സഡൻലി ഹി സ്പോട്ടഡ് എ വെസൽ ഫുൾ ഓഫ് ഹോഴ്സ് ഗ്രാംസ്. പെട്ടെന്ന് അവൻ ഒരു പാത്രം നിറയെ ഹോഴ്സ് ഗ്രാം, അതായത് നമ്മുടെ മുതിര കണ്ടു. യമ്മി യം, ദോസ് ലുക്ക് സോ ടേസ്റ്റി. അത് നല്ല കാണുമ്പോൾ നല്ല അത് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് തോട്ട് ദ മങ്കി, മങ്കിക്ക് തോന്നി. ദ സ്റ്റേബിൾ മാൻ ആഫ്റ്റർ ബോയിലിംഗ് ദ ഹോഴ്സ് ഗ്രാംസ് ഹാഡ് ലെഫ്റ്റ് ഇറ്റ് ഔട്ട് ടു കൂൾ. ഈ കുതിരയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മുതിരയെല്ലാം ബോയിൽ ചെയ്തതിന് ശേഷം, തിളപ്പിച്ച് പുഴുങ്ങിയതിന് ശേഷം അവരത് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് പോയേക്കായിരുന്നു. ദ മങ്കി ക്വിക്ക്ലി റാൻ ഡൗൺ ദ ട്രീ. മങ്കി പെട്ടെന്ന് തന്നെ മരത്തുമെന്ന് താഴത്തേക്ക് ഇറങ്ങി. ഹീ ഗ്രാബ്ഡ് എ ഹാൻഡ്ഫുൾ ഓഫ് ഹോഴ്സ് ഗ്രാംസ് ആൻഡ് റാൻ അപ്പ് ദ ട്രീ. അവനൊരു പിടി ഹോഴ്സ് ഗ്രാം കൈക്കലാക്കിയിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ദ മങ്കി ദെൻ ബിഗാൻ ടു മഞ്ച് ഓൺ ദം ഹാപ്പിലി. അങ്ങനെ മങ്കി അത് വേഗം സന്തോഷത്തോടെ കഴിക്കാനായിട്ട് തുടങ്ങി. ദ ഗ്രീഡി മങ്കി സൂൺ സ്റ്റാർട്ടഡ് വിഷിംഗ് ഫോർ മോർ. അവൻ ഭയങ്കര അത്യാർത്ഥിയുള്ളവനായിരുന്നു. അപ്പോൾ അവന് കുറച്ചും കൂടി കിട്ടണമെന്ന് തോന്നി. ഹി അഗെയിൻ വെൻറ്റ് നിയർ ദ വെസൽ. അവൻ വീണ്ടും ആ പാത്രത്തിനടുത്തേക്ക് പോയി. ദിസ് ടൈം ഹി തോട്ട്. ഈ സമയം അവൻ ആലോചിച്ചു, ലെറ്റ് മീ ടേക്ക് മോർ ഹോഴ്സ് ഗ്രാംസ്. ഞാൻ ഇത്തിരി കൂടി അധികം മുദ്ര എടുക്കാം. ദെൻ ഐ ക്യാൻ കീപ് സം ഫോർ ടുമോറോ ഓൾസോ. അപ്പോൾ എനിക്ക് നാളത്തേക്കും കൂടി ആയല്ലോ, അപ്പോൾ ഇത്തിരി അധികം എടുക്കാമെന്ന് അവൻ ചിന്തിച്ചു. സോ ദ മങ്കി സ്റ്റാർട്ടഡ് സ്റ്റഫിങ് ഹിസ് മൗത്ത് വിത്ത് ഹോഴ്സ് ഗ്രാംസ്. അങ്ങനെ ആ മങ്കി പിന്നെയും താഴത്തേക്ക് ഇറങ്ങി ഈ മുദ്ര കുറേ അവൻ്റെ വായിൽ കുത്തിക്കയറ്റി. ഹി ഓൾസോ ക്യാരിഡ് ആസ് മച്ച് ആസ് ഹി കുഡ് ഇൻ ബോത്ത് ഹിസ് ഹാൻഡ്സ്. അങ്ങനെ അവൻ വായിലും കുത്തിക്കയറ്റി, പറ്റാവുന്ന അത്രയും അവൻ്റെ കൈകളിലും അവൻ നിറച്ചു. ദ മങ്കീസ് ഗ്രീഡ് ഹവർ ഡിഡ് നോട്ട് അലോ ഹിം ടു വെയിറ്റ് ടിൽ ഹി റീച്ച്ഡ് ദ ട്രീ. മങ്കിയുടെ അത്യാഗ്രഹം കാരണം അവൻ ആ മരത്തിൻ്റെ മുകളിൽ വരെ എത്താനായിട്ട് സമ്മതിച്ചില്ല. ഹി സൂൺ സ്റ്റാർട്ടഡ് ച്യൂയിങ് ദ ഗ്രാംസ് ഇൻ ഹിസ് മൗത്ത്. അവൻ വായിലുള്ള മുദ്ര അങ്ങനെ ചവയ്ക്കാനായിട്ട് തുടങ്ങി. ആസ് ഹി വാസ് ച്യൂയിങ് 1 gram ഫെൽ ഡൗൺ. അവൻ അങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുദ്രയുടെ ഒരു ഭാഗം താഴത്തേക്ക് പോയി. ഓ നോ, ഐ ബെറ്റർ നോട്ട് വേസ്റ്റ് എ സിംഗിൾ ഹോഴ്സ് ഗ്രാം. ഞാനൊരു ചെറിയ മുദ്ര പോലും നഷ്ടപ്പെടുത്തരുതായിരുന്നു. സെഡ് ദ മങ്കി ടു ഹിംസെൽഫ്. മങ്കി അവനോട് തന്നെ പറഞ്ഞു. ഹി ത്രൂ ഓൾ ദ ഗ്രാംസ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് സെർച്ചിങ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലുള്ള എല്ലാ മുദ്രയും കൂടി താഴത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ബട്ട് ദ ലോസ്റ്റ് ഹോഴ്സ് ഗ്രാം വാസ് നൗവർ ടു ബി സീൻ. പക്ഷെ അത് എവിടെയും കാണാനായിട്ട് പറ്റില്ല. ഒരു മുദ്ര പോലും കളയരുതെന്ന് അവൻ ചിന്തിച്ചത് നല്ല കാര്യമാണ് അല്ലേ, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. പക്ഷേ അതിന് ആ പോയൊരു മുദ്രയ്ക്ക് പകരം കയ്യിലുള്ള എല്ലാ മുദ്രയും അവൻ വലിച്ചെറിഞ്ഞു. അത് മോശമായിപ്പോയി അല്ലേ. അങ്ങനെ അപ്പോൾ അതെന്തായി, കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറയില്ലേ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അവൻ താഴ്ത്തിക്ക് കഴിഞ്ഞിട്ടല്ലേ ആ ഒരു മുദ്ര നോക്കിയത്. അപ്പോൾ അവനത് കിട്ടിയില്ല. ദ കിങ് ആൻഡ് കയ്യിലുള്ളത് പോവുകയും ചെയ്തു. ദ കിങ് ആൻഡ് ബോധിസത്വ were വാച്ചിങ് ദ മങ്കീസ് ആക്ഷൻസ്. അങ്ങനെ രാജാവും ബോധിസത്വനും ഈ മങ്കിയുടെ പ്രവൃത്തികളെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. ബോധിസത്വ കുഡ് നോട്ട് കൺട്രോൾ ഹിസ് ലോഫർ. ബോധിസത്വന് അവൻ്റെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഹ ഹ ഹ, ദാറ്റ് മങ്കി ഈസ് ജസ്റ്റ് ലൈക്ക് ഫൂളിഷ് മെൻ. ആ മങ്കി
ശരിക്കും മണ്ടനായ മനുഷ്യരെ പോലെയാണ്. ദേ ഓൾസോ ത്രോ അവേ all the riches for a much lesser value treasure. എന്താ പറഞ്ഞത്? അവൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അതിനേക്കാൾ മൂല്യം കുറഞ്ഞ ലെസ് വാല്യൂഡ് ട്രഷർ, അതായത് അതിനേക്കാൾ മൂല്യം കുറഞ്ഞ ട്രഷറിന് വേണ്ടിയിട്ട് കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എറിഞ്ഞു കളയുന്ന ഫൂളിഷ് ആയിട്ടുള്ള മനുഷ്യൻ്റെ പ്രതിനിധിയാണ് അവനെന്ന്, അവരെ പോലെയാണ് ഈ മങ്കിന്ന് ബോധിസത്വൻ പറഞ്ഞു. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ദ കിങ് റിയലൈസ് സംതിങ്. അപ്പോഴാണ് രാജാവിനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഹീ സെഡ് അലൗഡ് ടു ബോധിസത്വ. അവൻ ഉറക്കെ ബോധിസത്വനോട് പറഞ്ഞു, മൈ ഡിയർ മാൻ, ഐ ഹാവ് ഓൾസോ ആക്റ്റഡ് ലൈക്ക് ദാറ്റ് ഫൂളിഷ് മങ്കി. ഞാനും ആ മണ്ടനായ മങ്കിയെ പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഐ വാസ് ഗോയിങ് ഇൻ സെർച്ച് ഓഫ് മോർ ലാൻഡ്. ഞാൻ കൂടുതൽ ലാൻഡ് അന്വേഷിച്ച് പോവുമായിരുന്നു. ബട്ട് ഐ എം ത്രോയിങ് അവേ ദ പീസ്, റിച്ചസ് ആൻഡ് ലൈവ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് മൈ ഓൺ കിങ്ഡം. പക്ഷേ ആ ഒരു ലാൻഡ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ആ സ്ഥലം, ഭൂമി കൈയടക്കാനുള്ള വ്യഗ്രതയിൽ ഞാൻ എൻ്റെ പീസ്, എൻ്റെ സമാധാനവും, എൻ്റെ റിച്ചസ്, എൻ്റെ സമ്പത്തും, അതുപോലെ എൻ്റെ കിങ്ഡത്തിലെ, എൻ്റെ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്താനായിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. കോൾ ഓഫ് ദിസ് വാർ ഇമ്മീഡിയറ്റ്ലി. ഈ യുദ്ധം പെട്ടെന്ന് തന്നെ കോൾ ഓഫ് ചെയ്യൂ, അതായത് നിർത്തിയതായിട്ട്, അത് വേണ്ടാന്ന് വെച്ചതായിട്ട് പ്രഖ്യാപിക്കൂ. ബോധിസത്വ ബോഡ് ആൻഡ് സെഡ്. ബോധിസത്വൻ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ലോങ് ലീവ് ദ കിങ്. രാജാവ് നീണാർ വാഴട്ടെ. ദസ് പീസ് ആൻഡ് പ്രോസ്പിരിറ്റി കണ്ടിന്യൂഡ് ടു റിസൈഡ് ഇൻ ദ ലാൻഡ്. അങ്ങനെ ആ രാജ്യത്ത് സമാധാനവും സമ്പത്തുമെല്ലാം, പ്രോസ്പിരിറ്റി, സമ്പൽ സമൃദ്ധിയുമെല്ലാം കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു. ഒരു നല്ല കഥയാണ് അല്ലേ? നമുക്ക് നല്ലൊരു മോറൽ നൽകുന്ന ഒരു കഥയാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ളതിനെ വകവയ്ക്കാതെ അതിനെക്കാട്ടും മൂല്യം കുറഞ്ഞതിനെ തപ്പിപ്പോകരുത് എന്നുള്ളൊരു വലിയ പാഠം നമുക്ക് ഈ മങ്കിയുടെ കഥയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് നാളെ കാണാം.